ഇന്ന് ബാലസാറിൻ്റെ ജന്മദിനമാണെന്ന് കഴിഞ്ഞ ദിവസമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീൽ ചെയറിലിരിക്കുന്ന ഇവിടെ ജില്ലയിൽ 400ഓളം വീൽ ചെയറിലിരിക്കുന്ന ആളുകളുണ്ട്. മീഡിയയെ കുറിച്ച് എല്ലാവർക്കും നടന്മാർക്കൊക്കെ ദേഷ്യമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ബാലയെ എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട് ഫിലിം ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ബാലയുടെ പിറന്നാൾ സുദിനമാണെന്ന് അല്ലേ, പുള്ളിയുടെ ഹാപ്പി ബർത്ത്ഡേ ദിനമാണ്. അപ്പോൾ ശരിക്കും ഒരു നല്ല കാരുണ്യ പ്രവർത്തനമാണ് ഈ ദിവസം ബാല എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കിറ്റ് വിതരണം, അതോടൊപ്പം വീൽ ചെയറിലുള്ള നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ വീൽ ചെയറിലിരിക്കുന്നവർക്കല്ല. അപ്പോൾ എന്താണെന്നുള്ള ആക്ടിവിറ്റീസ് ബാല തന്നെ പറയും. ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് കേക്ക് മുറിക്കണ്ടേ? ആ കേക്ക് ഫസ്റ്റ്. ഞാൻ സജിൻ, ഐ ആം ടെല്ലിങ് യു സംതിങ്. ഈ മീഡിയ ഇത്രയും പേര് എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ പിറന്നാൾ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആ നല്ല കാര്യത്തിൽ നിങ്ങളും ഉണ്ടായത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് ബാലസാറിൻ്റെ ജന്മദിനമാണെന്ന് കഴിഞ്ഞ ദിവസമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീൽ ചെയറിലിരിക്കുന്ന ഇവിടെ ജില്ലയിൽ 400ഓളം വീൽ ചെയറിലിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ വിവിധ ഫെസ്റ്റിവൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ പരിപാടികൾ നടന്നു. അങ്ങനെയാണ് സാറിന് ക്രിസ്മസ് പുതുവത്സര പരിപാടിക്ക് വിളിക്കുമ്പോഴാണ് സാറിൻ്റെ ബർത്ത്ഡേ എന്ന വിവരം അറിയുന്നത്. തീർച്ചയായും സാറിനോട് ഞങ്ങൾ തന്നെ ഓപ്പർച്യൂണിറ്റി തീർച്ചയായും സാറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. തീർച്ചയായും അപ്പോൾ സാറ് പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. സാറ് ഉടനെ എൻ്റെ വാസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കുറച്ച് വീൽ ചെയറിലിരിക്കുന്നവരെ എൻ്റെ പിറന്നാൾ നിങ്ങളെ കൂടി ഞാൻ കൂടുതൽ ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെയധികം വലിയൊരു നേട്ടവും അംഗീകാരവും. കാരണം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ മീഡിയയിലേക്ക് വന്നിരുന്നു. മീഡിയയെ കുറിച്ച് എല്ലാവർക്കും നടന്മാർക്കൊക്കെ ദേഷ്യമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബട്ട് കുറച്ച് ചെറുപ്പക്കാർ വന്നപ്പോൾ ഞാൻ ഒരു വീൽ ചെയർ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, മീഡിയയിലുള്ളവരാ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. They did it. അതാണ് സത്യം. അങ്ങനെ അവർ ചെയ്തു. അത് എല്ലാവരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അത് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്താൽ. അങ്ങനെ ചെയ്തിട്ടില്ല. അവർ കറക്റ്റായിട്ട് അവർ ചെയ്തു. ഈ ഫംഗ്ഷനിൽ കൂടുന്നതോടൊപ്പം തന്നെ നേരത്തെയും ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് സാറിനുള്ളത്. അത് ഞാൻ ഇതിൻ്റെ മുഖപരിയായിട്ട് പറയും. ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഒരു തിരുവനന്തപുരത്തെ വിജീഷ്ണി സാറ് വകയാണ് ഒരു ഭവന നിർമ്മാണം ഉണ്ടാക്കി കൊടുത്തത്. തീർച്ചയായും അപ്പോൾ ഇപ്പോഴല്ല സാർ ഇതിലൂടെ ചേർത്ത് പിടിക്കുന്നത്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് പല നേരത്തെ തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉണ്ട്. അല്ലാതെ ഒരു ബർത്ത്ഡേയുടെ ഞങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമല്ല, നിലവിലും ഇതിലുള്ള പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും വളരെയധികം സന്തോഷമാണ്. എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഞങ്ങളെ വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാരെ കൂടെ ചേർത്ത് പിടിക്കുന്ന സാറിന് എല്ലാവിധ ആശംസകളും ചേർന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് സാറിന് ജന്മദിന ആശംസ.